അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിനെ കുറിച്ചാണ്. DSM-5 ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം വരുന്നത് OCDയുടെ അണ്ടറിലാണ്. അപ്പോൾ ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഡോലസൻസ് അല്ലെങ്കിൽ പ്യൂബർട്ടി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേർ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ, ആൺപിള്ളേരാണെങ്കിൽ അവർ പറയുമ്പോൾ അവർക്ക് താടിയും മീശയൊന്നും കിളർക്കുന്നില്ല, അതുകൊണ്ട് അവർ എപ്പോഴും ഷേവ് ചെയ്തുകൊണ്ടിരിക്കും. പെൺപിള്ളേരാണെങ്കിൽ അവർ പറയുമ്പോൾ അവരുടെ ചെവി വളരെ വലുതാണ്, അല്ലെങ്കിൽ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ അവരുടെ മൂക്ക് ഭയങ്കര പോയിന്റഡ് ആണ്, മൂക്ക് അല്ലെങ്കിൽ ചപ്പിയ മൂക്കാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും ഇവരിൽ ഒരുപാട് ആൻസൈറ്റി ഇവരെ ക്രിയേറ്റ് ചെയ്യും. ഇവരിതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്ന് ഇവർക്ക് ഇൻട്രൂസീവ് തോട്ട്സ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് OCDയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ മേജർ കോസൽ ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെനറ്റിക്സ് ഓഫ് കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയും ഒരു വലിയൊരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ OCDയോ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ പിള്ളേരിലും ഈ ബോഡി ഡിസ്മോർഫിയ ഡിസോർഡർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യാൻ, ഇത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഡിസോർഡറാണ്. ഇനി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ സിംറ്റംസ് ഓൾമോസ്റ്റ് സെയിം ടു അതർ ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, OCD, അങ്ങനെ. അതുകൊണ്ട് തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ബോഡി ഡിസ്മോർഫിയ ഡിസോർഡർ ഉള്ള ആൾക്ക് ഭയങ്കരമായിട്ട് സോഷ്യലി അവർ ഇൻവേർഡ് ആയിരിക്കും. ഒരു സോഷ്യൽ സിറ്റുവേഷനിലൊക്കെ പോകാനേ നോക്കില്ല, അവരത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഒരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനോ കാണണം എന്ന് പറഞ്ഞാൽ പോലും ഇവർ പോകില്ല. കാരണം ഇവരുടെ ഉള്ളിൽ ആ ഒരു പ്രശ്നം ലോകത്തിൽ വേറൊരാളും അറിയരുതെന്നാണ്. പക്ഷേ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജനെ കണ്ട് ആ ഒരു സർജറി വരെ അവർ സൈനപ്പ് ചെയ്യും, ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അവർക്ക് നന്നാക്കാൻ വേണ്ടി. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്ന സംഭവത്തിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, പ്രൊവൈഡഡ് പ്രോപ്പർ മെഡിക്കേഷൻസും തെറാപ്പീസും എടുത്താൽ.